നമസ്കാരം. വായും പല്ലുമൊക്കെ കൊഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു CPM-ന്റെ ഒരു റാലി തൻ്റെ വസതിയുടെ മുന്നിലേക്ക് കടന്നു പോകാൻ പോവുകയാണെന്ന ശബ്ദം കേട്ട് മമതാ ബാനർജി ഞെട്ടിയുണർന്നത്. എന്നാൽ പിന്നെ പോലീസുകാരോടും തൃണമൂലുകാരുടെയും സഹായത്തോടെ അതങ്ങ് നിർത്തിക്കളഞ്ഞേക്കാമെന്ന് മമത ആഗ്രഹിക്കുന്നു. പക്ഷേ റാലി തടയാനുള്ള മമതയുടെ ആഗ്രഹം അങ്ങ് ഒത്തില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ CPI സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോയാണ് മമതാ ബാനർജി തടയാൻ ശ്രമിച്ചത്. ദക്ഷിണ കൊൽക്കത്തയുടെയും ദക്ഷിണ പർഗാനാസ് ജില്ലയിലെയും 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ആയിരങ്ങൾ അണിനിരുന്ന വൻ റോഡ് ഷോയിൽ നിന്ന് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. വരണാധികാരി അലിപ്പൂർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലേക്ക് നീങ്ങിയ പ്രകടനമാണ് പോലീസ് തടഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വസതിക്ക് സമീപത്തു കൂടെയാണ് പ്രകടനം പോകുന്നതെന്ന് പറഞ്ഞാണ് പോലീസും തൃണമൂൽ അണികളും തടഞ്ഞു വെച്ചത്. എന്തായാലും അവർക്ക് സത്യം പറയാനുള്ള മനസ്സുണ്ടായല്ലോ. മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടായപ്പോഴാണ് പോലീസ് തടയൽ ഷോയിൽ നിന്നും പിന്മാറിയത്. പ്രകടനം ഹസ്ര പാലം കടന്ന് പെട്ടെന്ന് തന്നെ തൃണമൂലുകാർ കൂട്ടത്തോടെ വന്ന് CPM-നെതിരെ മുദ്രാവാക്യം വിളിച്ച് തടയാനും ശ്രമിച്ചു. ഇടതുമുന്നണി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പോലീസ് എത്തി തൃണമൂലുകാരെ നീക്കിക്കൊണ്ടു പോവുകയായിരുന്നു. ശരിക്കും മമതയ്ക്ക് ഈ റോഡ് ഷോ നടക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഒരുതരം അസൂയയാണ്. അതുമല്ല, CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനോട് മമത കട്ടക്കലിപ്പിലുമാണ്. അത്തരമൊരു കലിപ്പ് വരാനും മാത്രം എന്താണ് കാര്യമെന്നല്ലേ. അടുത്തിടെ മമതാ ബാനർജി RSSനെ ഉദ്ദേശിച്ച് നടത്തിയ പരാമർശങ്ങളെ മുഹമ്മദ് സലീം അതിന് മറുപടി എന്നോണം ബാനർജിക്കെതിരെയും തൃണമൂൽ കോൺഗ്രസിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. RSSന്റെയും BJP-യുടെയും സ്പ്രിംഗ് ബോർഡാണ് തൃണമൂൽ കോൺഗ്രസും മുഖ്യമന്ത്രി മമതയും എന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. മറ്റൊന്ന്, ഹിജാബ് ധരിച്ച് ഇഫ്താർ പാർട്ടികളിൽ പങ്കെടുത്ത RSS BJP-യെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ശ്രീമതി ബാനർജിയാണെന്ന് കൊൽക്കത്തയിൽ CPM-ന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗം സംഘടിപ്പിച്ച വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സലീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ചുരുക്കാണോ മമതാ ബാനർജി റോഡ് ഷോ തടയാൻ തൃണമൂലിനെയും പോലീസിനെയും അയച്ചത്? അതോ ബംഗാളിൽ CPM-ന്റെ ജനപിന്തുണ കണ്ട് മമതയ്ക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? എന്തായാലും CPM ഇത്തവണ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരം പുനർനിർമ്മിച്ച് ജനങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. CPM സ്ഥാനാർത്ഥികളായ സൈറ ഹലീം, ശ്രീജൻ ഭട്ടാചാര്യ, പ്രതികൂർ റഹ്മാൻ, ശരത്ചന്ദ്ര ഹാൾദാർ, RSPയുടെ സമരേന്ദ്രനാഥ് മണ്ഡൽ എന്നിവർ ഇന്നലെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പും നടക്കുന്നത്.